തമിഴ്നാട്ടിലെ ഇഷ ഫൗണ്ടേഷനെതിരെയുള്ള പരാതിയിൽ തെളിവില്ല എന്ന് തമിഴ്നാട് പോലീസ്. ഇഷ ഫൗണ്ടേഷൻ നടത്തുന്ന സ്കൂളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്നത് ആരോപണങ്ങൾ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി കോയമ്പത്തൂർ പോലീസ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി. യൂട്യൂബർ ശ്യാം മീര സിംഗിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡൽഹി ഹൈക്കോടതിയും നിരീക്ഷിച്ചു. ഇഷ ഫൗണ്ടേഷൻ നടത്തുന്ന സ്കൂളുകളിൽ പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങളിലാണ് പോലീസ് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിയെന്നും 2017 മുതൽ ഫൗണ്ടേഷനിൽ ജോലി ചെയ്യുന്ന 13 ജീവനക്കാരെയും 61 വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സന്ദർശകരെയും സന്നദ്ധ പ്രവർത്തകരെയും അടക്കം വിശദമായി ചോദ്യം ചെയ്തതായും കോയമ്പത്തൂരിലെ പേരൂർ പോലീസ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യൂട്യൂബർ ശ്യാം മീര സിംഗിന്റെ ആരോപണങ്ങളിൽ യാതൊരു തെളിവുകളില്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ശ്യാം മീര സിംഗ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദും ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. മുൻ വിദ്യാർത്ഥിയുടെയും ജീവനക്കാരനായിരുന്ന ആളുടെയും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു യൂട്യൂബർ ശ്യാം മീര സിംഗ് ഇഷ ഫൗണ്ടേഷനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ വീഡിയോ നിർമ്മിച്ചത്. യൂട്യൂബറെ കൂടാതെ തമിഴ് മാധ്യമമായ നക്കീരനും നൽകിയ വാർത്തകൾ കൃത്രിമമാണെന്ന് കാണിച്ച ഇഷ ഫൗണ്ടേഷൻ 3 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കേസിൽ നടപടികൾ തുടരുകയാണ്. ജനം, ഡൽഹി.